ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൽ കപ്പയാണ്. എല്ലാവർക്കും അറിയാം, പാൽ കപ്പ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാം. ഒരുപാട് വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് പാൽ കപ്പ ചെയ്തിട്ട്. പക്ഷെ ഞാനിത് ട്രൈ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ പല പല വീഡിയോസും നമ്മൾ കുക്കിംഗ് ചാനൽസ്, കുക്കറി ഷോ ഒക്കെ കാണുമ്പോഴത്തേക്ക് പല റെസിപ്പീസും നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും ഇത്രയും നാളായിട്ടും എനിക്കത് തോന്നിയില്ല. പക്ഷേ ഇന്നിപ്പോൾ നല്ല കപ്പ കിട്ടിയപ്പോൾ പാൽക്കപ്പ ചെയ്ത് നോക്കാമെന്ന് കരുതുന്നു. അപ്പോൾ പാൽക്കപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് കപ്പയിലാണ്. എന്തായാലും രണ്ടു പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിനോ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിനോ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു 1/2 കിലോ കപ്പയോ അല്ലെങ്കിൽ 2 കപ്പ മതിയാവും. അത്യാവശ്യം കഴിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ കറി നോക്കാം, അല്ലെങ്കിൽ മീൻ, ഉണക്കമീൻ വറുത്തത്, അതും നല്ലതാണ് കോമ്പിനേഷൻ. ഇത് തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ടാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ കപ്പ വേവിച്ചെടുക്കുന്നത്. കപ്പ നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കിയിട്ട് കഴുകി വൃത്തിയാക്കി കപ്പ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം കേട്ടോ കുക്കറിൽ. എന്നിട്ട് വേകാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കപ്പ അവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് 2 വിസിലടുപ്പിച്ചു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെന്ത കപ്പ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കുഴച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് വേപ്പിലയും കാന്താരിമുളകും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയാണ്, ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ദേ 1 ഗ്ലാസ് പാല്, അതായത് തേങ്ങാപ്പാൽ. വെന്ത കപ്പ നമ്മൾ ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ. വലിയൊരു പാത്രം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇളക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നന്നായിട്ട് സ്മാഷ് ചെയ്ത് എത്രയും പൊടിച്ചെടുക്കാമോ അത്രയും നല്ലത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഞാനിപ്പോൾ തവി കൊണ്ടിട്ട് നന്നായിട്ട് ഉടച്ചാണ് എടുക്കുന്നത്. ഇതുപോലെ നന്നായി ഉടച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കപ്പയെല്ലാം നന്നായിട്ട് ഉടച്ച് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ വേകാനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാൽ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പകുതി ഞാൻ ഒഴിക്കുന്നു. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി പാൽ കൂടെ ഒഴിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പാലൊഴിച്ച് ഇളക്കി യോജിപ്പിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാൽ പകുതി വെച്ച് ഒഴിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആ കപ്പ എല്ലാം തേങ്ങാപ്പാലിലോട്ട് നന്നായിട്ട് നല്ല കുറുകി വരണം കേട്ടോ. കുറുക്ക് പോലെ കുറുകി വരണം, നല്ല തിക്കായിട്ട് വരണം. ഇനി ഈ സമയത്ത് നമ്മൾ കടുക് പൊട്ടിച്ചിടാനാണ് പോകുന്നത്. കടുക് വറുത്ത് ഇടുകയാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച്, ഇപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അത് കഴിക്കാവുന്നതാണ്. അത് അടുപ്പത്ത് തിളയ്ക്കണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഫ്ലെയിം കൊടുത്ത് ഒന്ന് തിളപ്പിക്കുന്നത്. ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ആ പാലൊന്ന് കുറുകി അതിലോട്ട് ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പാൽക്കപ്പ എന്ന് പറയുന്നത്. എല്ലാ സാധനങ്ങളും നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കപ്പ വേകുന്ന ഒരു താമസമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഞാൻ കാന്താരിമുളകാണ് ചേർക്കുന്നത്. പച്ചമുളക് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. കാന്താരിമുളകിൻ്റെ ടേസ്റ്റാണ് കപ്പയ്ക്ക് എപ്പോഴും നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് അങ്ങനെ കാന്താരിമുളക്, വെള്ള കാന്താരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 4 കാന്താരിമുളക്, അത്യാവശ്യം എരിവ് കിട്ടുന്നുണ്ട്. ഇനി കപ്പ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട്
കുറച്ചുകൂടെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേണം ഇതൊന്ന് അല്പം തിക്കായിട്ട് എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി കുറച്ച് നേരം ഇരുന്ന് നന്നായിട്ട് തിളച്ച് വരും. അപ്പോൾ അത്രയും നേരത്തെ ആ ഒരു തിള വന്നതിന് ശേഷമാണ് നമ്മൾ കടുക് വറുത്ത് ഇടുന്നത് കേട്ടോ. കടുക് എങ്ങനെ വേണമെങ്കിലും താളിച്ചിടാം. ഇതിപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുകും ചെറിയ ഉള്ളിയും വേപ്പിലയുമാണ് പൊടിച്ചെടുക്കണം. വറ്റൽമുളക് ഇടേണ്ടവർക്ക് വറ്റൽമുളക് ഇടാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ കടുകിട്ട് ജസ്റ്റ് ഉള്ളിയും അതുപോലെ തന്നെ വേപ്പിലയും, നല്ല ഫ്രഷ് കറിവേപ്പിലയും അതൊന്ന് ക്രിസ്പി ആവുന്നവരെ, ആ കറിവേപ്പില ക്രിസ്പി ആവുന്നവരെ നമ്മൾ വറുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 2 തണ്ട് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഉള്ളി ഞാൻ അധികം കുനുകുനാന്നൊന്നും അരിഞ്ഞിട്ടില്ല. ഒരു ഉള്ളി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് 2ആയിട്ട് കഷ്ണിച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഉള്ളി ഒന്ന് കുറച്ച് ബ്രൗൺ കളറിലോട്ട് വരണം കേട്ടോ. എങ്കിൽ മാത്രമേ അതിന് ആ ഒരു ഫ്ലേവർ കിട്ടുകയുള്ളൂ. ഉള്ളി നമുക്ക് വേവിക്കാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ബ്രൗൺ കളർ, എല്ലാ ഉള്ളിയും നല്ല രീതിയിൽ ബ്രൗൺ കളറായിട്ട് അത് വേർപെട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി എണ്ണ പോരെങ്കിലും നമുക്ക് എണ്ണ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഒഴിക്കണേനും കുഴപ്പമില്ല കേട്ടോ. വെളിച്ചെണ്ണ 1 സ്പൂൺ വെളിച്ചെണ്ണയിൽ ബാക്കി നെയ്യ് ഒഴിക്കണേനും കുഴപ്പമില്ല. നെയ്യിൽ ഉള്ളി വറുക്കുന്നത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുക്കുന്നത്. ഇനി നമുക്ക് കപ്പ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പുറത്തോട്ട് നമുക്ക് കടുക് താളിച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളിയും കടുകുമാണ് താളിച്ചിരിക്കുന്നത്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മേലിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവർ അതിലോട്ട് ഇറങ്ങും. ഞാനിപ്പോൾ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെക്കാം. ഇതുപോലെ നന്നായിട്ട് ഇനിയും തിക്കാക്കണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഒരു 2 മിനിറ്റ് കൂടെ ഫ്ലെയിം ഇട്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിക്കാവും കേട്ടോ. ഇനിയിപ്പോൾ ഇത് തണുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു തിക്ക് കപ്പയും പാലും കൂടെയല്ലേ മിക്സായി നല്ല തിക്ക് ഗ്രേവി ആ ഒരു പരുവത്തിലോട്ടാണ് വരുന്നത്. കപ്പയുടെ കഷ്ണങ്ങളൊന്നും അതിൽ കാണുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ മുളകിട്ടതാണ് കേട്ടോ. മത്തിയാണ്. അപ്പോൾ കപ്പയും മീനും അതാണ് കോമ്പിനേഷൻ. അപ്പോൾ ഞാനൊരു ചെറിയ കറിച്ചട്ടിയാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഉലുവയാണ് കേട്ടോ. 1 ടീസ്പൂൺ ഉലുവ. ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം നമുക്ക്. മുളക് പൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കടുക് വറുത്ത് ആദ്യമേ തന്നെ എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേവി അരപ്പെല്ലാം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് കടുക് വറുത്തിട്ടാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇങ്ങനത്തെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത്, ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 തണ്ട് വേപ്പില ഉതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിടി ഉള്ളിയാണ് കേട്ടോ, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പുളിക്ക് ഇതിൽ ചേർക്കുന്നത് ഒരു ചെറിയ മാങ്ങ, അതിൻ്റെ പകുതി കഷ്ണങ്ങൾ ചേർക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കാണ് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. സവാള എടുക്കുന്നതിലും കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു ഈ ചെറിയ ഉള്ളിയാണെന്ന്. കുറച്ചുകൂടെ ടേസ്റ്റി ചെറിയ ഉള്ളിക്കാണ്. നമ്മൾ മീൻ മുളകിടുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇതധികം ബ്രൗൺ കളറൊന്നും ആവേണ്ട, ആ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി കിട്ടിയാൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ആ ഉലുവയുടെ ഫ്ലേവറും ആ ഇഞ്ചി വെളുത്തുള്ളി ഫ്ലേവറെല്ലാം നല്ല വാസന വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടി ഐറ്റംസ് ആണ്. അതിൽ പൊടി ഐറ്റംസായിട്ട് മെയിൻ ചേർക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അതിൽ മഞ്ഞൾപ്പൊടി ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ ഒരു പച്ചമണം കളഞ്ഞതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി കാശ്മീരി ചില്ലി ചേർക്കുന്നവർക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ ചാറ് കുറച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ തിക്കായിട്ടുള്ള ഒരു രീതിയിലാണ് എടുക്കുന്നത് കറി. ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം നന്നായിട്ട് മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇനി എണ്ണ ആവശ്യമുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഗ്രേവി ഒന്ന് നന്നായിട്ട് വഴറ്റി ആ വെള്ളത്തിലോട്ട് യോജിപ്പിച്ച് അത് കലക്കിയെടുക്കാം. ഇനി മീൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം മീനും കൂടെ വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ടുണ്ട്, പോരെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. മീനിന് ആവശ്യമായ ഉപ്പും വേണം, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. മീൻ ഇടണമെങ്കിൽ നന്നായിട്ടൊന്ന് തിളച്ച്. അതിന് മുന്നേ നമ്മൾ മാങ്ങ ഒരു പകുതി മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. 4 കഷ്ണം മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മാങ്ങ നമ്മൾ ചെറുതായിട്ട് നുറുക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് പുളിയുടെ ആവശ്യമില്ല. നല്ല പുളി മാങ്ങ ആയതുകൊണ്ട് പകുതിയെ ചേർക്കുന്നുള്ളൂ. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. മാങ്ങയെല്ലാം കുറച്ച് പകുതി വേവായിട്ടുണ്ട്. മാങ്ങയും നന്നായിട്ട് വെന്ത് ആ ഗ്രേവിയിലോട്ട് ചേരും കേട്ടോ. അതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇനി തിള വന്നതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ മത്തിയാണ് കേട്ടോ. ചെറിയ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട്, ഞാൻ വരഞ്ഞിട്ടില്ല, ക്ലീൻ ചെയ്തെടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. വരഞ്ഞിടേണ്ടവർക്ക് വരഞ്ഞിടാം, ഞാൻ വരഞ്ഞിട്ടില്ല. ഇനി ഈ മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കുടംപുളി ഇട്ട് വെക്കുന്ന ആൾക്കാരുമുണ്ട്, അതുപോലെ തന്നെ വാളംപുളി ഇട്ട് വെക്കുന്ന ആൾക്കാരുമുണ്ട് കേട്ടോ. ഞാനിന്നിവിടെ മാങ്ങയാണ് പുളിക്ക് വേണ്ടി ചേർക്കുന്നത്. കുടംപുളി വേണമെങ്കിൽ കുടംപുളി യൂസ് ചെയ്യാം.
മുളക് പൊടി അധികം കളറില്ല എന്നേ ഉള്ളൂ, പക്ഷേ നല്ല എരിയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. ഇപ്പം ഞാനിവിടെ 2 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരുപാട് ചേർക്കാൻ നിൽക്കണ്ട. കളർ വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ. മത്തിയെല്ലാം നന്നായിട്ട് വെന്ത് വരണം. ഗ്രേവി എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയും വരണം കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും ചാറ് കുറയ്ക്കണമെങ്കിൽ കുറച്ചുകൂടെ തിളപ്പിച്ചാൽ മതി. ചാറ് ഇച്ചിരി കൂടെ കുറുകി കിട്ടും കേട്ടോ. ഞാൻ ഇത്രയേ എടുക്കുന്നുള്ളൂ. ഈ ഒരു ഗ്രേവിയിൽ തന്നെ കുറച്ചുകൂടെ തിക്കാക്കി എടുക്കാമെന്ന് വെച്ചു. ഒരു 2 മിനിറ്റും കൂടെ ഞാൻ ഫ്ലെയിമിൽ വെച്ചു. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടി കേട്ടോ. അപ്പോൾ ഇത്രയും ചാറ് മതിയാവും. മാങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തിയും നന്നായിട്ട് വെന്ത് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മീൻ മുളകിട്ടത്. ഇതിൽ ഏത് മീൻ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ പാൽക്കപ്പ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ കറി സെർവ് ചെയ്യുന്നത്. ഇത് സ്പൂൺ കൊണ്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. മത്തി ചാറ് മാത്രം മതിയാവും. മീൻ കഷ്ണങ്ങളൊന്നും വേണമെന്ന് നിർബന്ധമേ ഇല്ല. ഈ ചാറ് കൂട്ടി തന്നെ കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ചിക്കനോ മട്ടനോ എന്ത് വേണമെങ്കിലും കോമ്പിനേഷനായിട്ട് എടുക്കാം. പാൽക്കപ്പ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. നിങ്ങൾ കണ്ടതല്ലേ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ബൈ ബൈ.